കാലിൽ വളരെയധികം വണ്ണം വരുന്നൊരു അസുഖം. ആനയുടെ പോലെ കാല് വലിപ്പമുണ്ടാകുക, കുട്ടികളിൽ വരെ ബാധിക്കുന്ന അസുഖം, നടക്കാൻ പറ്റാത്തൊരു അസുഖം. ഇതിനെയാണ് മന്ത് എന്ന് വിളിക്കുന്നത്. നിങ്ങളിൽ പല ആളുകൾക്കും അറിയാവുന്നൊരു അസുഖമാണ്. ഇപ്പോൾ കേരളത്തിലും പല സ്ഥലങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ റെയറായിട്ടുള്ളൊരു അസുഖമാണെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് തടയാനായിട്ട് പറ്റും. 2010 ഒരു കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മന്തുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. 40% ആളുകളിൽ ലോകത്തുള്ള മന്തുകളിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. 5 കോടി ആളുകൾക്കാണ് മന്ത് വാഹകരാണെന്ന് പറയുന്നത്. ഇന്ത്യയിലെ മന്ത് രോഗികളിൽ 99% ഒരു തരം കൊതുകുകളിൽ നിന്നാണ് പകരുന്നത്. അപ്പോൾ ആ ഒരു കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്താൽ പറ്റും. പക്ഷേ ക്യൂലെക്സ് മോസ്കിറ്റോ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു വിരയാണ് ഇത് കൂടുതലും പകർത്തുന്നത് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളിലോട്ട് വരുന്നത്. അപ്പോൾ ആ വിരയെ നമുക്ക് ഇല്ലാതാക്കിയാൽ ഈ അസുഖത്തിനെ പൂർണ്ണമായിട്ടും തടയാൻ പറ്റും. അപ്പോൾ ഈ വിര എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും? മാസീവ് ഡീവോമിങ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും വിര ഇളകാനുള്ള മരുന്ന് കൊടുത്താൽ നമുക്ക് ഈ വിരയുടെ അസുഖം പൂർണ്ണമായിട്ടും തടയാം. ഈ മന്ത് വന്നു കഴിഞ്ഞാൽ കാലങ്ങ് വലുപ്പവും. ഇപ്പോൾ ഡൈഈഥൈൽ കാർബമൈസിൻ അല്ലെങ്കിൽ DEC എന്നുള്ളൊരു ഗുളിക സ്കൂളുകളിലും മറ്റും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മന്ത് റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ഈ DEC കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തടയാം. ഇപ്പോൾ ഇന്ത്യയിൽ മന്ത് രോഗത്തിൻ്റെ ഒരു 99% ക്യൂലെക്സ് മോസ്കിറ്റോ കാരണമാണ്. ക്യൂലെക്സ് മോസ്കിറ്റോ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പാടാണെങ്കിലും കൊതുക് വീടിന് ചുറ്റും വരാതിരിക്കാൻ മാക്സിമം നോക്കുക. അപ്പോൾ കൊതുക് കടിയിലൂടെയാണ് ഈ വുഷേറിയ ബാങ്ക്രോഫ്റ്റി എന്നുള്ള വിരയാണ് നമ്മുടെ ശരീരത്തോട്ട് എത്തുന്നത്. ഈ കൊതുകിൻ്റെ അകത്ത് അത് കയറിയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന സമയത്ത് ശരീരത്തോട് വരും. ഇത് പ്രത്യേകിച്ചും കാണുന്നത് കൊതുക് ധാരാളമുള്ള സ്ഥലത്താണ്. അപ്പോൾ കൊതുകെന്ന് പറയുമ്പോൾ ഈ വെള്ളം കെട്ടുന്ന സ്ഥലങ്ങൾ, നമ്മൾ പാത്രങ്ങൾ, ചിലപ്പോൾ ഒരു ചിരട്ടയാകാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വെള്ളം വന്ന് കിടന്ന് അവിടെ മുട്ടയിട്ട് അതിൽ നിന്ന് പെരുകിയിട്ടാണ് ഈ ക്യൂലെക്സ് മോസ്കിറ്റോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതുക് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖവും തടയാം. അപ്പം ഇത് അനേക വർഷങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ മന്തിൻ്റെ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയത്. പക്ഷേ രോഗലക്ഷണങ്ങൾ കുറേ നാൾ കഴിഞ്ഞേ വരുള്ളൂ, ഉടനെ തന്നെ വരില്ല. അപ്പോൾ മന്ത് വിരകൾ ശരീരത്തിൽ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന സാധനമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ അതിന് തടസ്സം ഉണ്ടായി കഴിയുമ്പോൾ അതിന് വീക്കം ഉണ്ടാവും. അപ്പോൾ കൈകാലുകളിൽ വീക്കം ഉണ്ടാവും. അത് ഉണ്ടായതിനു ശേഷം നമ്മുടെ ലിംഫഡിമ എന്നുള്ളൊരു കണ്ടീഷനോട് വരും. അപ്പോൾ അതാണ് കാലിങ്ങനെ വീർത്ത് വരുന്നത്. അതുപോലെ പുരുഷന്മാരിൽ വൃഷണത്തിന് വീക്കം വരും. അതിന് നമ്മൾ ഹൈഡ്രോസീൽ എന്ന് വിളിക്കും. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത്. പലപ്പോഴും മന്ത് പനിയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുളിരുണ്ടാവാറുണ്ട്, വിറയലുണ്ടാവാറുണ്ട്, ശക്തമായ പനി ഉണ്ടാവും, തലവേദന, പിന്നെ അതുപോലെ തന്നെ ചുവന്ന തടിപ്പ് പല സ്ഥലങ്ങളിലും ഉണ്ടാവുക, പല ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ വേദന ഉണ്ടാവുക, കാലിൽ വീക്കം ഉണ്ടാവുക, അതിനുശേഷം അവിടെ ആ ഭാഗത്ത് ചർമ്മത്തിൽ കുമിള ഉണ്ടായി പൊട്ടുക. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ ഈ തൊലിയൊക്കെ വിണ്ട് കയറി അവിടെ നിന്ന് ബാക്ടീരിയ സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാവുക, ഈ കാല് വീക്കം വന്ന് പല പ്രശ്നമുണ്ടാകും. അപ്പോൾ ഇത് മന്ത് രോഗം തടയണമെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ഈ മരുന്നിനെ കൊടുത്ത് കൺട്രോൾ ചെയ്യണം. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് വിര ഇളക്കാനായിട്ട് പറയുന്നത്. നിങ്ങളുടെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും മന്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ആളുകളും ഒരു വിര ഇളകാനായിട്ടുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലപ്പം ഇത് കൺട്രോൾ ചെയ്താലും ഇത് വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്ഥിരമായിട്ട് ഈ കാലിലെ നീര് നിലനിൽക്കുകയും വളരെയധികം ബുദ്ധിമുട്ടും വരാറുണ്ട്. ഇപ്പോൾ ഡൈഈഥൈൽ കാർബമൈസിൻ, ഐവർമെക്റ്റിൻ, ഡോക്സിസൈക്ലിൻ, ആൽബൻഡസോൾ പോലുള്ള മരുന്നുകളാണ് സാധാരണ കൊടുക്കുന്നത്. ഇതിൻ്റെ അത് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഡൈഈഥൈൽ കാർബമൈസിനും ഈ ആൽബൻഡസോള്, ഐവർമെക്റ്റിൻ എന്നുള്ള മരുന്നാണ് കോമൺ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും മരുന്നുകൾ ഇപ്പോൾ സ്കൂളിൽ തരുന്നുണ്ടെങ്കിൽ മടി കാണിക്കാതെ കുട്ടികൾക്ക് കൊടുക്കുക. മുതിർന്ന ആളുകൾക്ക് കഴിക്കാൻ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ മേഖല നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ സ്ഥലങ്ങളിലുള്ള ആളുകൾ കഴിക്കുക. ചിലപ്പം അതിന് പകരം ആൽബൻഡോസോൾ ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ ഐവർമെക്റ്റിൻ ആയിരിക്കും തരുന്നത്. എന്തായാലും അത് കൃത്യമായ രീതിയിൽ കഴിക്കേണ്ടതാണ് നിർബന്ധമായിട്ട്. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ മന്ത് രോഗത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അഥവാ അസുഖം വന്നാൽ, സംശയമുണ്ടായി കാലിൽ നീരം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മന്ത് രോഗമാണെന്ന് സംശയിച്ച് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ആദ്യമേ ട്രീറ്റ് ചെയ്താൽ ഇത് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ വൈകും തോറും ഇതൊരു വലിയ കാലമായിട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെ പല കുട്ടികൾക്കൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നടക്കാനും ജീവിക്കാനൊക്കെ വളരെ പ്രയാസമാണ്. നടക്കാൻ ബുദ്ധിമുട്ടാണ്, കിടക്കാൻ ബുദ്ധിമുട്ടാണ്, കാലെടുത്ത് വെക്കാൻ തന്നെ പറ്റില്ല. അത്രമാത്രം കനത്തിൽ ഈ കാലങ്ങ് വീർക്കും. ഒരു ആനയുടെ കാലിനെയും കാട്ടും വലുപ്പത്തിൽ ആ കാല് വരും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന ഒരു അസുഖമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.